പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. ഏതു രാജ്യത്തിൻ്റെയും സുരക്ഷിതത്വം അവിടുത്തെ സൈന്യത്തിൻ്റെ കരുത്താണ്. ഒരു കഥ കേൾക്കൂ. വനസൈന്യ ശക്തി. കാട്ടിലെ മൃഗയുവാക്കൾക്ക് ഒരു സുവർണാവസരം. വനരാജ്യത്ത് പുതിയതായി ആരംഭിക്കുന്ന മൃഗസൈന്യത്തിലേക്ക് കരുത്തും കാര്യപ്രാപ്തിയുമുള്ള യുവാക്കളെ തിരഞ്ഞെടുക്കുന്നു. താൽപ്പര്യമുള്ളവർ നാളെ രാവിലെ വനമൈതാനിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക. വനമണി, വനരമ, വനജ്യോതി മുതലായ പ്രമുഖ പത്രങ്ങളിലെല്ലാം പരസ്യങ്ങൾ പ്രത്യക്ഷമായി. പട്ടാളം എന്ന് കേട്ടപ്പോൾ കുറച്ചുപേർ മുഖം ചുളിച്ചു. ചിലർക്ക് ഭയം, ചിലർക്ക് താൽപ്പര്യക്കുറവ്. എന്നാൽ ആരോഗ്യവും ധൈര്യവുമുള്ള കുറച്ച് മൃഗങ്ങൾ മൈതാനിയിലെത്തി. ദിവസങ്ങൾ നീണ്ട പരീക്ഷകൾക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കഠിനമായ പരിശീലനമാണ് ഉണ്ടായത്. അതിനുശേഷം അവരെ സൈന്യത്തിൽ നിയമിച്ചു. ഇപ്പോൾ നമ്മുടെ കാടുകളിലേക്ക് വച്ച് ഏറ്റവും വലിയ സൈനിക ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ജമ്പനാന പറഞ്ഞു. കഷ്ടം. കാട്ടുമൃഗങ്ങളുടെ ക്ഷേമത്തിനായി ചെലവഴിക്കേണ്ട പണം മുഴുവനും വെറുതെ പട്ടാളക്കാരെ തീറ്റിപ്പോറ്റാൻ ചെലവാക്കുകയാണ്. ചിമ്പുക്കുരങ്ങൻ അമർഷത്തോടെ പറഞ്ഞു. അങ്ങനെ പറയരുത്. മൃഗസേന ശക്തമായപ്പോൾ മറ്റ് കാടുകളിൽ നിന്നുള്ള ശത്രുക്കളുടെ ശല്യം വളരെ കുറഞ്ഞു. ജഗ്ഗു കരടി ചിമ്പുവിനെ തിരുത്തി. മാത്രമല്ല, കാട്ടിലെ ക്രമസമാധാന നിലയും കൂടുതൽ ശാന്തമായി. ചെമ്പൻ പരുന്തു പറഞ്ഞു. എന്നാലും യുദ്ധമില്ലാതെ വെറുതെ പട്ടാളക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് എന്തിനാ? മൂളൻ കുറുക്കന് സംശയം. മണ്ടത്തരം പറയല്ലേ. അവർ ഉറക്കമിളച്ച് കാവലിരിക്കുന്നത് കൊണ്ടാണ് നമുക്കെല്ലാം സുഖമായി കിടന്നുറങ്ങാൻ പറ്റുന്നത്. ചില്ലു അണ്ണാൻ അവരെ തിരുത്തി. കാട്ടുമൃഗങ്ങൾ ഇതുപോലെ വെടിവെട്ടം പറഞ്ഞ് തർക്കിക്കുമ്പോഴും വനസൈന്യം ജാഗ്രതയോടെ വനാതിർത്തിക്ക് സംരക്ഷണം ഒരുക്കുകയായിരുന്നു. കാടിന് സമാധാനം കൊണ്ടുവരികയായിരുന്നു.